या देवी सर्वभूतेषु तुष्टिरूपेण संस्थितां नमस्तस्यै नमस्तस्यै നമസ്തസ്യൈ നമോ നമാം. എല്ലാ ഭൂതങ്ങളിലും തുഷ്ടി അല്ലെങ്കിൽ സന്തുഷ്ടിയുടെ രൂപത്തിൽ ചെയ്യുന്ന ദേവിക്കായിട്ട് വീണ്ടും വീണ്ടും നമസ്കാരം. ലഭിച്ചതിൽ തൃപ്തിപ്പെടുന്ന നിറവിനാണ് തുഷ്ടി എന്ന് പറയുന്നത്. കൂടുതൽ വേണമെന്ന ലോഭം ഉള്ളിടത്തോളം കാലം തുഷ്ടി ഉണ്ടാവുകയില്ല. ഒന്നിലും ആഗ്രഹം ഇല്ലായ്മയാണ് തുഷ്ടിയുടെ പരമകാഷ്ഠ. ആ മനോഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ദുഃഖമില്ല. ഏറിയും കുറഞ്ഞും തുഷ്ടി എല്ലാവരും അനുഭവിക്കുന്നുണ്ടെങ്കിലും മിക്കപ്പോഴും അത് താൽക്കാലികമാണ്. ആഗ്രഹങ്ങൾ സാധിച്ചുണ്ടാകുന്ന തൃപ്തി ചിരസ്ഥായിയല്ല. വേറെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ നേടിയ തൃപ്തിയും തുഷ്ടിയും പിന്തുടരപ്പെടും. ആഗ്രഹങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയെ ഒരളവ് വരെ നിയന്ത്രിക്കുവാൻ മിക്കവർക്കും കഴിയുന്നതുകൊണ്ടാണ് ഒട്ടെങ്കിലും സന്തുഷ്ടി അനുഭവപ്പെടുന്നത്. സർവ്വഭൂതങ്ങളിലും തൃപ്തിയും തുഷ്ടിയുമായി വർത്തിക്കുന്ന ദേവി ആയതുകൊണ്ട് അങ്ങനെയുള്ള ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. या देवी सर्वभूतेषु मातृरूपेण संस्थितां नमस्तस्यै नमस्तस्यै നമസ്തസ്യൈ നമോ നമാം. സർവഭൂതങ്ങളിലും മാതൃരൂപത്തിൽ ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. മാതൃശബ്ദത്തിന് അമ്മ എന്ന് പ്രസിദ്ധമായ അർത്ഥം. ജനിപ്പിക്കുന്നവൾ, വാത്സല്യപൂർവ്വം സംരക്ഷിക്കുന്നവൾ, തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ച് സന്താനങ്ങളെ നേർവഴിക്ക് നയിക്കുന്നവൾ, വിദ്യാദാനം ചെയ്യുന്ന ആദി ഗുരുവായി വർത്തിക്കുന്നവൾ, സന്താനങ്ങളുടെ ബലവും ബലഹീനതയും അളന്ന് നിർണയിച്ച് കഴിവുകൾക്കനുസരിച്ച പ്രവർത്തന മണ്ഡലങ്ങളിൽ അവരെ എത്തിക്കുന്നവൾ, സന്താനങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നവൾ എന്നിങ്ങനെ മാതൃഭാവത്തെ ആധാരമാക്കി പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അമ്മയുടെ വാത്സല്യത്തിൻ്റെ രൂപഭേദങ്ങളാണ് സർവ്വചരാചരങ്ങളും. മറ്റു വസ്തുക്കളെയും ജീവികളെയും സംരക്ഷിക്കുന്ന ഈ പ്രവണത ദേവിയുടെ മാതൃഭാവത്തിൽ നിന്നുണ്ടായതായതുകൊണ്ട് മാതൃരൂപത്തിൽ സർവ്വഭൂതങ്ങളിലും വർത്തിക്കുന്ന ദേവിയെ ദേവന്മാർ വീണ്ടും വീണ്ടും നമസ്കരിച്ച് സ്തുതിക്കുന്നു. या देवी सर्वभूतेषु भ्रान्तिरूपेण संस्थितां नमस्तस्यै नमस्तस्यै നമസ്തസ്യൈ നമോ നമാം. എല്ലാ ഭൂതങ്ങളിലും ഭ്രാന്തി രൂപത്തിൽ ചെയ്യുന്ന മഹാദേവിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം. ഭ്രാന്തി എന്ന വാക്കിന് ചുറ്റൽ, ചുറ്റിക്കറങ്ങൽ എന്ന് ലൗകിക തരത്തിലും ചാഞ്ചല്യം, സ്ഥിരതയില്ലായ്മ എന്നു മാനസിക വ്യാപാരങ്ങളെ കുറിക്കുമ്പോഴും അർത്ഥം പറയാം. രണ്ടും യോജിക്കും. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും ശാശ്വതമായ സ്ഥിതിയോ രൂപമോ വ്യാപാരങ്ങളോ ഇല്ല. എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു. ജീവൻ താൽക്കാലികമായി സ്വീകരിച്ച രൂപത്തെയും ശരീരത്തെയും നാമത്തെയും ഞാൻ എന്ന് ധരിക്കുന്നു. ഞാൻ എന്ന ഭാവം നിലനിർത്താൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്ന ഭാവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടാകുമ്പോൾ ദുഃഖിക്കുന്നു. ആ ഭാവം നിലനിർത്താൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ സ്വയം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം അത് അറിയുന്നില്ല. ഭ്രൂണം ഭ്രൂണമായും ശിശു ശിശുവായും യുവാവ് യുവാവായും വൃദ്ധൻ വൃദ്ധനായും എന്നും തുടരുന്നില്ല. ഇക്കാര്യം അറിയുന്നവർ പോലും അത് ഉൾക്കൊള്ളുന്നുമില്ല. തങ്ങളുടെ നാമരൂപ വർണ്ണാദികൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഭ്രാന്തി സകല ചരാചരങ്ങളിലും ഉണ്ട്. പ്രകൃതിയുടെ അവിരാമമായ പ്രവർത്തനം ഈ മിഥ്യാബോധത്തിൽ അധിഷ്ഠിതവുമാണ്. തന്നെത്താൻ അറിയാമായിരിക്കെ തന്നെ അറിവില്ലാത്ത മട്ടിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മഹാമായ ശക്തിയെയാണ് ഇവിടെ ഭ്രാന്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭ്രാന്തി രൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മായാദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു.